കണ്ണടച്ചാലും ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഉറങ്ങണമെന്ന് കണ്ണ് നല്ല രീതിക്ക് പറയുന്നുണ്ടാവും, മനസ്സും പറയുന്നുണ്ടാവും ഉറങ്ങ്, നല്ല ടയേർഡാണ്. എന്നിട്ടും കണ്ണടച്ച് കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയോണ്ടാണ്. അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമുക്കത് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. നമ്മുടെ മനസ്സിലത് പറയും അത് തെറ്റല്ല, കുഴപ്പമില്ല, പക്ഷെ എന്നാലും അത് അവസാനം തെറ്റ് തന്നെ ആവും. പക്ഷെ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ കൂടെ നിൽക്കുന്നത്. അല്ല, ഒരു പരിധിവരെ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് മതി, നിങ്ങൾ പൊക്കോ, എങ്ങനെയത് പറയുക എന്ന കാര്യം ആലോചിച്ചിട്ടാണ് അവർ പോകാതിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളുള്ള സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ലൈഫ് ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിക്കുക, ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ ഒരു 50-60 വരെയൊക്കെ ലൈഫ് സ്പാൻ വിചാരിച്ചാൽ മതി. 40 വയസ്സ്, അതിലൊരു 30-35 വയസ്സ് വരെ ജോലി കിട്ടാനുള്ള ഓട്ടത്തിലായിരിക്കും. ആ ഓട്ടം കഴിഞ്ഞിട്ടോ, ആ ഓട്ടം കഴിഞ്ഞിട്ട് ഫാമിലി, ബേർഡൻ, അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ജീവിക്കുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിതം പഠിക്കുന്ന എപ്പോഴാണ്? അത് വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. സോ ആരെയും ബ്ലെയിം ചെയ്യാണ്ട് എല്ലാ കുറ്റവും നമ്മുടെയാണെന്ന് അംഗീകരിച്ചിട്ട് ഒരാളെയും കുറ്റപ്പെടുത്താതെ എല്ലാവരുടെയും ലൈഫിൽ നിന്നും ജസ്റ്റ് ഡിസപ്പിയർ ആയാൽ മതി. നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് സന്തോഷമൊന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട ആവശ്യം? ജസ്റ്റ് അവരെ അവരുടെ പാട്ടിനെ വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരിക്കുക, അത് തന്നെയാണ് നല്ലത്.